ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സെറോളജിക്കൽ അസിസ്റ്റൻറ്റ് ഇൻ കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി അസിസ്റ്റൻറ്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ എക്സാം January 16, 2025 മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഓൾമോസ്റ്റ് ഒരു 40 days തികച്ചില്ല നമുക്ക് എക്സാമിന് വേണ്ടി. ഇത്രയും ദിവസം കൊണ്ട് ഇനി എന്ത് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ്, ഈ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും ടൈമും കൊണ്ടും നമുക്ക് ഓൾമോസ്റ്റ് സിലബസ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. സിലബസ് അത്യാവശ്യം ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് 1-2 മോക്ക് ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്ത് കുറച്ച് പെട്ടെന്നൊരു ചെറിയ റിവിഷനും ഒക്കെ നടത്തി കുറച്ച് കോൺഫിഡൻസോടുകൂടി നിങ്ങളെ എക്സാമിന് വിടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ടോപ്പിക്കും ഇൻഡെപ്ത് ആയിട്ട് കൂടുതൽ റിസർച്ച് ചെയ്തുള്ള രീതിയിലായിരിക്കില്ല ക്ലാസ്സസ്, ജസ്റ്റ് കവറപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ തിയറി ഒരുപാട് വലിച്ചു നീട്ടി വെക്കാതെ ജസ്റ്റ് ബേസിക്സ് അറിഞ്ഞു പോവുക, എന്താണ് കാര്യമെന്ന് അറിയുക. അതിനോടൊപ്പം തന്നെ MCQs ലെവലിലെ എക്സാം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലുള്ള ക്ലാസ്സസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനപ്പുറം ഒരുപാട് തിയറി വലിച്ചു നീട്ടിയുള്ള ക്ലാസ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ഈ ക്ലാസ്സസൊക്കെ കണ്ട് ഒരു ബേസിക്സ് അറിഞ്ഞതിന് ശേഷം സമയം പോലെ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ ഇൻഡെപ്തായിട്ട് നന്നായിട്ട് നോക്കിയിട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം കോമ്പറ്റീഷൻ അതുപോലെ കൂടുതലാണ്. ഇൻഡെപ്ത് നോളജ് എപ്പോഴും ഉള്ളത് നല്ലത് തന്നെയാണ്. ഈ ക്ലാസ്സസ് മാത്രം കൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാർക്ക് സ്കോർ ചെയ്യുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നില്ല. പക്ഷേ ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്സസ് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷന് വേണ്ടി ഈ ക്ലാസ്സസ് വളരെ ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ MCQs മാക്സിമം എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ MCQസിന് എങ്ങനെയായിരിക്കും ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്സസും എല്ലാ വീഡിയോസും ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ബാലൻസ് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൊഡ്യൂൾ 2 ഇന്ന് നമ്മൾ സിലബസ് അനുസരിച്ച് മൊഡ്യൂൾ 2 കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ബാലൻസ് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ CFT വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി LFT ലിഗാൻഡ് ഫീൽഡ് തിയറിയാണ്. ആക്ച്വലി CFT അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്ന് വേണം ലിഗാൻഡ് ഫീൽഡ് തിയറിയെ പറയാൻ. which considering the bonding between ligands and the metals as partially covalent explains the splitting of d orbitals in transition metal complexes due to ligand interaction. ഇതിലും നമ്മൾ പറഞ്ഞ CFTയുടെ ഒരു എക്സ്റ്റൻഷൻ വേർഷനാണ് LFT എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കീ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽ തന്നെ. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ എങ്ങനെ സ്പ്ലിറ്റിംഗ് വരുന്നത്, T2G ലോവർ ലെവലും EG ഹയർ ലെവലും. ടെട്രാഹെഡ്രൽ കോംപ്ലക്സ് ആണെങ്കിൽ ലോവർ E ലെവലും T2 ഹയർ ലെവലും. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത് DZ² DX² -Y² DXY DXZ DYZ എന്നുള്ള ഓർബിറ്റൽസിലാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഇനി സ്പെക്ട്രോകെമിക്കൽ സീരീസിനെ പറ്റി LFT പറയുന്നുണ്ട്. ലിഗാൻസ് ആർ അറേഞ്ച്ഡ് ബേസ്ഡ് ഓൺ ദർ ഫീൽഡ് സ്ട്രെങ്ത്. നമ്മൾ പറഞ്ഞിരുന്നു I- Br- ഒക്കെ വീക്ക് ഫീൽഡ് ലിഗാൻസ് ആണ്. അതേസമയം CO കാർബണൈൽ ഗ്രൂപ്പും CN- ഒക്കെ സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് ആണ്. അതുകൊണ്ട് CO കാർബണൈൽ ഗ്രൂപ്പാണ് ഏറ്റവും ഹയസ്റ്റ്. CN- EN എന്ന് പറഞ്ഞാൽ എഥിലീൻ ഡയമീൻ NH3 H2O OH- F-, Cl-, Br-, I-. ഇതാണ് സ്പെക്ട്രോകെമിക്കൽ സീരീസ് വരുന്നത്. LFT വെച്ച് നമുക്ക് മാഗ്നറ്റിസം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഹൈ സ്പിൻ ആണോ ലോ സ്പിൻ ആണോ കോൺഫിഗറേഷൻ എന്ന് ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്പെക്ട്ര ലിഗാൻഡ് ഫീൽഡ് സ്പ്ലിറ്റിങ് അബ്സോർപ്ഷൻസ് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അബ്സോർപ്ഷൻ ബാൻഡ് തരും. അങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് സ്പെക്ട്രയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും LFTയിൽ അറിഞ്ഞിരിക്കേണ്ടത്. CFT തന്നെ അതിന് കുറച്ച് മാഗ്നറ്റിസത്തിൻ്റെ ഇലക്ട്രോണിക് സ്പെക്ട്രയുടെ ഒക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് മാത്രമേ ലിഗാൻഡ് ഫീൽഡ് തിയറിയിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് MO തിയറി ഡീൽ ചെയ്യാം. MO തിയറി അഥവാ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അത് മെറ്റൽ അറ്റോമിക് ഓർബിറ്റൽസും ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസും കൂടെ ബോണ്ടിങ് ഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഇൻട്രാക്ഷനെ പറ്റിയും ബോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഫോമിങ്ങിനെ പറ്റിയും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് MO തിയറി. ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസും മെറ്റൽ അറ്റോമിക് ഓർബിറ്റൽസും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് മൂലം ബോണ്ടിങ്, നോൺ ബോണ്ടിങ്, ആൻറ്റി ബോണ്ടിങ് MOs ഫോം ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ MO തിയറിയിൽ ഡീൽ ചെയ്യുന്നത്. ഈ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ ലിഗാൻഡ് ബോണ്ടിങ് ആണ്. സിഗ്മ ബോൺസ് അറൈസ് ഫ്രം ഓവർലാപ്പ് ബിറ്റ്വീൻ മെറ്റൽസ് DZ² sp ഓർബിറ്റൽസ് ലിഗാൻഡ് ഓർബിറ്റൽസും തമ്മിൽ സിഗ്മ ബോണ്ട് ഫോം ചെയ്യുന്നു. പൈ ബോണ്ട് എങ്ങനെയാണ് ഓവർലാപ്പിംഗ് വഴിയാണ് വരുന്നത്. അത് ലിഗാൻഡ് ഓർബിറ്റൽസും T2G ഓർബിറ്റൽസും തമ്മിലാണ് പൈ ബോണ്ട് ഫോം ചെയ്യുന്നത്. സിഗ്മ ബോണ്ട് റൈസ് ചെയ്യുന്നത് DZ² sp ഓർബിറ്റൽസും ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസും. പൈ ബോണ്ട് ഫോം ചെയ്യുന്നത് T2G ഓർബിറ്റൽസ്
ഓർബിറ്റൽസും ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസൂടെ ചേർന്നിട്ടാണ് പൈ ബോണ്ട്, ഓവർലാപ്പിംഗ് പൈ ബോണ്ട് ഉണ്ടാകുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ആണ്. ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ദ ലിഗാൻഡ് ആൻഡ് സിമെട്രി ഓഫ് ദ കോംപ്ലക്സ് ആണ് ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ്. പിന്നീട് നമുക്ക് ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഉണ്ടോ, MOയിൽ വീണ്ടും ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ടോ എന്നറിയുന്ന ചാർജ് ട്രാൻസ്ഫർ എക്സ്പ്ലെയിൻസ് ദ കളർ ഡ്യൂ ടു ട്രാൻസിഷൻ ബിറ്റ്വീൻ മെറ്റൽ ആൻഡ് ലിഗാൻഡ് ഓർബിറ്റൽസ്. നമുക്ക് എനർജി വരുവാണെങ്കിൽ ഓർബിറ്റൽസ് മെറ്റൽസും ലിഗാൻഡിൻ്റെ ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് ഇങ്ങനെ ബോണ്ടിങ്ങും നോൺ ബോണ്ടിങ് ഓർബിറ്റൽസും നോൺ ബോണ്ടിങ് ഓർബിറ്റൽസും ഫോം ചെയ്യും. ഇത് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്. ഇതിന് എനർജി കൂടുതലായിരിക്കും. ഇതാണ് എനർജി എങ്കിൽ ഇതിന് എനർജി കൂടുതലായിരിക്കും. ഇതനുസരിച്ച് ഇലക്ട്രോൺസിൻ്റെ ഇതനുസരിച്ച് ഇത് ബോണ്ടിങ് എംബോ ആണ്, ഇത് ആൻറ്റി ബോണ്ടിങ് എംബോ ആണ് പെയറിങ് നടക്കുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഇൻ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് എന്ന് പറയുന്നത്. മെയിനായിട്ട് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ എന്തായിരിക്കും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു D8 മെറ്റൽ കോംപ്ലക്സസ് ആയിരിക്കും സ്ക്വയർ പ്ലാനറിൻ്റെ വരുന്നത്. അത് P2 പ്ലസ് Na2 പ്ലസ് ഒക്കെ. അപ്പം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസമാണ് മെയിൻലി സ്ക്വയർ പ്ലാനറിൽ കോംപ്ലക്സസിൽ വരുന്ന റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ആയിരിക്കും. ട്രാൻസ് എഫക്റ്റ് എന്ന് പറഞ്ഞെങ്കിൽ the influence of ligands on the rate of substitution of ligands trans to them. നമ്മൾ പറഞ്ഞു സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മെക്കാനിസം വരുന്നത്. അപ്പോൾ ലിഗാൻസ് നമ്മൾ ട്രാൻസ് ആയിട്ട് വരുന്നത്, അതായത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു ലിഗാൻഡ് മറ്റു ലിഗാൻസിനെ അപ്രോച്ച് ചെയ്യുമ്പം വരുന്ന ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, ആ ഇൻഫ്ലുവൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റിനെ ബാധിക്കുന്നുണ്ട്. ട്രാൻസ് എഫക്റ്റിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് CN മൈനസിനായിരിക്കും ഏറ്റവും ഗ്രേറ്റർ CO, അതായത് നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് NO2 മൈനസ് I minus Br minus less than Cl minus less than NH3 less H2O. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള മെക്കാനിസം ആയിരിക്കും റിയാക്ഷൻസിൽ വരുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ അസോസിയേറ്റീവ് പാത്വേയും ഡിസോസിയേറ്റീവ് പാത്വേയും. അസോസിയേറ്റീവ് പാത്വേനെ A എന്നും ഡിസോസിയേറ്റീവ് പാത്വേനെ നമുക്ക് D എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. Intermediate forms when the entering group attaches to the metal before the leaving group departs. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് അസോസിയേറ്റീവ് പാത്ത്. കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. അതെങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്, ലിവിങ് ഗ്രൂപ്പ് പോകുന്നതിന് മുമ്പ് തന്നെ വരുന്ന അറ്റാച്ചിങ് ഗ്രൂപ്പ് അല്ലെങ്കിൽ പുതിയ എൻ്ററിങ് ഗ്രൂപ്പ് വരുവാണെങ്കിൽ ഒരു കോംപ്ലക്സിൽ അങ്ങനെ വരുമ്പോഴാണ് ഇൻ്റർമീഡിയറ്റ്സ് ഫോം ചെയ്യുന്നത്. അതേസമയം ഡിസോസിയേറ്റീവ് പാത്വേ എങ്ങനെയായിരിക്കും, ലീവിങ് ഗ്രൂപ്പ് ആദ്യം ഡിപ്പാർട്ട് പോയി അവിടെ ഒരു കാർബോകാറ്റോൺ എന്തെങ്കിലും ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു, അതിനുശേഷം ക്രിയേറ്റിംഗ് എ വേക്കൻസി ഫോർ ദ എൻ്ററിങ് ഗ്രൂപ്പ്. ഈ തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി, കൈനറ്റിക് സ്റ്റെബിലിറ്റി നമുക്ക് നോക്കാം. തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി മെയിനായിട്ട് ഫ്രീ എനർജി ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഒരു റിയാക്ഷൻ്റെ ഫ്രീ എനർജി ചേഞ്ച് ΔGനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി. അപ്പോൾ സ്റ്റേബിൾ കോംപ്ലക്സ് എങ്ങനെയായിരിക്കും, ΔG നെഗറ്റീവ് ആകുക, അതായത് ലോവർ ΔG വരിക. മെയിനായിട്ടും തെർമോഡൈനാമിക് സ്റ്റെബിലിറ്റി എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് നേച്ചർ ഓഫ് ദ മെറ്റൽ, അയണും നേച്ചർ ഓഫ് ദ ലിഗാൻഡ് ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ചാർജും സൈസ് ഓഫ് ദ മെറ്റൽ അയൺ. കൈനറ്റിക് സ്റ്റെബിലിറ്റി മെയിനായിട്ടും ആക്ടിവേഷൻ എനർജിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനേർട്ട് കോംപ്ലക്സസും ലബൈൽ കോംപ്ലക്സസും എന്നാണ് നമ്മൾ കൈനറ്റിക് സ്റ്റെബിലിറ്റീനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. ഹൈ ആക്ടിവേഷൻ എനർജി വരണമെങ്കിൽ സ്ലോ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, അല്ലേ? എനർജി കൂടുമ്പോൾ റിയാക്ഷൻ സ്ലോ ആവും. അതിനെ നമ്മൾ ഇനേർട്ട് കോംപ്ലക്സസ് എന്നാണ് പറയുന്നത്. ലബൈൽ കോംപ്ലക്സസ് എന്ന് പറയുമ്പോൾ ലോ ആക്ടിവേഷൻ എനർജി മതി, ഫാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. കൈനറ്റിക്സ് ഓഫ് ഒക്ടോഹെഡ്രൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഡിസോസിയേറ്റീവ് മെക്കാനിസവും ഉണ്ട്, അസോസിയേറ്റീവ് മെക്കാനിസം ഉണ്ട്, ഇൻ്റർചേഞ്ച് മെക്കാനിസം ഉണ്ട്. അല്ലെങ്കിൽ ഡിസോസിയേറ്റീവ് മെക്കാനിസം എന്ന് പറയുമ്പം മെയിനായിട്ട് വീക്ക് ഫീൽഡ് ലിഗാൻഡ് കോംപ്ലക്സസിൽ കോമൺ ആയിരിക്കും. വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ ഹൈ സ്പിൻ കോംപ്ലക്സസിൽ കോമൺ ആയിരിക്കും ഡിസോസിയേറ്റീവ് മെക്കാനിസം. മെയിനായിട്ട് 5 കോർഡിനേറ്റ് സ്പീഷീസ് ആണ് ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. അസോസിയേറ്റീവ് മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്കിനും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിൽ റെയർ ആയിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നമുക്കറിയാം കോർഡിനേഷൻ നമ്പർ 6 ആണ്, ലിഗാൻസ് ചുറ്റിനും ഉണ്ടാവും. അപ്പം സ്റ്റെറിക് ഹിൻഡ്രൻസ് അവിടെ, അതായത് വരുന്ന ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഉള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, സ്റ്റെറിക് ഹിൻഡ്രൻസിൻ്റെ പ്രസൻസ് കാരണം അസോസിയേറ്റീവ് മെക്കാനിസംസ് റെയർ ആയിട്ടാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ കാണുന്നത്. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് 7 കോർഡിനേറ്റ് സ്പീഷീസ് ആണ് അസോസിയേറ്റീവ് മെക്കാനിസത്തിൽ വരുന്നത്. ഇൻ്റർചേഞ്ച് മെക്കാനിസം എന്ന് പറയുമ്പോൾ കോമ്പിനേഷൻ ഓഫ് അസോസിയേറ്റീവ് ആൻഡ് ഡിസോസിയേറ്റീവ് പാത്വേസ്, രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ പോലെ പറയാം. അതായത് ഒരു ലിവിങ് ഗ്രൂപ്പും അറ്റാച്ച് ഒന്ന് ലീവ് ചെയ്തിട്ട് തന്നെ മറ്റൊന്ന് പോകുന്നതല്ല, അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് ഓഫ് അസോസിയേറ്റീവ് പാത്വേയും കുറച്ച് നമ്പേഴ്സ് ഓഫ് ഡിസോസിയേറ്റീവ് പാത്വേയും കോംപ്ലക്സസ് എടുക്കുന്നു. ഇനി ലിഗാൻഡ് ഫീൽഡ് എഫക്ട്സും റിയാക്ഷൻ റേറ്റ്സും. ലിഗാൻഡ് ഫീൽഡ് എഫക്ട്സിൽ മെയിനായിട്ട് ഫസ്റ്റ് വരുന്നത് ലിഗാൻഡിൻ്റെ
ഫീൽഡ് സ്ട്രെങ്ത് തന്നെയാണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ് സ്റ്റെബിലൈസ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ഇൻക്രീസ് ആക്ടിവേഷൻ എനർജി വിച്ച് വെയർ സ്ലോയിങ് ദ റിയാക്ഷൻസ്. വെർ വീക്ക് ഫീൽഡ് ലിഗാൻസ് ഫെസിലിറ്റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ സ്ലോ ചെയ്യും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്. അത് എങ്ങനെയായിരിക്കും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിൽ ലോ സ്പിൻ കോംപ്ലക്സസ് ആയിരിക്കും പെയറിങ് നടക്കുന്നുണ്ട്. അപ്പം അവർ ആക്ടിവേഷൻ എനർജി കൂടുന്നതനുസരിച്ച് റിയാക്ഷൻസിൻ്റെ റേറ്റ് കുറയും. അതേസമയം വീക്ക് ഫീൽഡ് ലിഗാൻസിൽ ഹൈ സ്പിൻ കോംപ്ലക്സസ് ആയിരിക്കും ഉണ്ടാവുക. അത് സബ്സ്റ്റിറ്റ്യൂഷനെ കൂടുതലും ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇലക്ട്രോണിക് എഫക്ട്സ് മെയിനായിട്ടും ഇലക്ട്രോൺ ഡെൻസിറ്റി, മെറ്റലിലുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ന്യൂക്ലിയോഫിലിക് എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ലവിങ് എന്ന് പറയുമ്പം ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം ഇലക്ട്രോൺ ഡെൻസിറ്റി മെറ്റലിൽ കൂടിയെങ്കിൽ സ്വാഭാവികമായിട്ടും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ സ്ലോസ് ഡൗൺ ചെയ്യും. അതുകൊണ്ടാണ് ഹൈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓൺ ദ മെറ്റൽ സെൻറ്റർ സ്ലോസ് ഡൗൺ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ഇലക്ട്രോണിക് എഫക്ട്സും ഫീൽഡ് സ്ട്രെങ്ത്തും ലിഗാൻഡ് ഫീൽഡ് സ്ട്രെങ്ത്തും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. റിയാക്ഷൻ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസിലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെക്കാനിസവും ഡിസോസിയേറ്റീവ് മെക്കാനിസവും അസോസിയേറ്റീവ് മെക്കാനിസവും ഉണ്ട്. ഡിസോസിയേറ്റീവ് മെക്കാനിസം എന്ന് പറയുമ്പം ആദ്യം ലിഗാൻഡ് 5 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യാൻ വേണ്ടി ലോസ് ചെയ്യും. അതിനുശേഷം വരുന്ന ലിഗാൻഡ്, അതായത് ഏതാണോ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തുന്നത്, ആ സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന് അറ്റാച്ച് ചെയ്യും. അപ്പോൾ റേറ്റ് എന്ന് പറയുന്നത് K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ കോംപ്ലക്സ്. K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്. റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ കോംപ്ലക്സ്. ഇനി അസോസിയേറ്റീവ് മെക്കാനിസം എന്ന് പറയുന്നത് ഒന്ന് അഡീഷൻ ഓഫ് ലിഗാൻഡ്. ഓക്കെ, 7 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് ഉണ്ടെങ്കിൽ ആദ്യം ലിഗാൻഡ് ആഡ് ചെയ്യും. അതിനുശേഷം ആണ് ഒറിജിനൽ ലിഗാൻഡ്, അതായത് വന്ന് ലിഗാൻഡ് അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് 7 കോർഡിനേറ്റ് സിസ്റ്റം ആയില്ലേ. ഇത് ഓൾറെഡി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ 6 ആയിട്ട് ലിഗാൻഡ് ഉണ്ട്. അതിൻ്റെ കൂടെ വന്ന് ആഡ് ചെയ്യുന്ന ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്യുന്ന കോമ്പൗണ്ട് ലിഗാൻഡ് വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ 7 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്തു. അതിനുശേഷം ലീവിങ് ഗ്രൂപ്പ് അങ്ങ് ലീവ് ചെയ്തു പോകും. ഇവിടെ റേറ്റ് ലോ എന്ന് പറയുന്നത് റേറ്റ് ഈസ് ഇക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ദ കോംപ്ലക്സ് ഇൻറ്റു ഇൻകമ്മിങ് ലിഗാൻഡിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് അസോസിയേറ്റീവ് മെക്കാനിസത്തിൻ്റെ റേറ്റ് ലോ. ഈ മെക്കാനിസത്തിന്, അസോസിയേറ്റീവ് മെക്കാനിസത്തിന് ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റെറിക് എഫക്ട്സും ഒന്ന് ചാർജ് എഫക്ട്സും. സ്റ്റെറിക് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താ? ബൾക്കി ലിഗാൻസ് എപ്പോഴും ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിനെ ഫേവർ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ 5 കോർഡിനേറ്റ് ഇൻ്റർമീഡിയറ്റ് അല്ലെ 7 കോർഡിനേറ്റിനെ കാണും സ്റ്റെറിക് എഫക്ട്സ് ഉള്ളപ്പം കൂടുതൽ എപ്പോഴും നല്ലത് സ്റ്റേബിൾ ആവുന്നത്. ചാർജ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഹയർ ചാർജ് ഓൺ ദ മെറ്റൽ ഫേവേഴ്സ് അസോസിയേറ്റീവ് മെക്കാനിസം. ചാർജ് കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും പോസിറ്റീവ് ചാർജ് കൂടുതലാണെങ്കിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കാൻ അസോസിയേറ്റീവ് മെക്കാനിസമാണ് കൂടുതലും മെറ്റൽ ഫേവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ലിഗാൻഡ് നേച്ചർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ ഡിസോസിയേറ്റീവ് പാത്വേസിനാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. കാരണം 5 ഇൻ്റർമീഡിയറ്റ് സിസ്റ്റം അല്ലേ ഡിസോസിയേറ്റീവ് പാത്വേക്ക്. ഇനി മെറ്റൽസിൻ്റെ ഒക്കോറൻസ്, നമ്മുടെ ഈ നേച്ചറിൽ മെറ്റൽസിൻ്റെ ഒക്കോറൻസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് നേറ്റീവ് സ്റ്റേറ്റിലും ഒന്ന് കമ്പൈൻഡ് സ്റ്റേറ്റിലും ആയിരിക്കും. ലൈക്ക് ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ, ഇതൊക്കെ പ്യുവർ ഫോമിലായിരിക്കും നമ്മുടെ നേച്ചറിൽ കിട്ടുന്നത്. അത് മെയിനായിട്ടും അലൂവിയൽ ഡെപ്പോസിറ്റ്സിൽ ഗ്രെയിൻസ് പോലെയാണ് അല്ലെങ്കിൽ നഗറ്റ്സ് പോലെയാണ് നമുക്ക് കാണാൻ കിട്ടുന്നത്. കാരണം പ്യുവർ ഫോമിലായിരിക്കും, അതിന് വേറെ ഒന്നുമായിട്ട് കമ്പൈൻ ചെയ്യാറില്ല. സോ ദീസ് മെറ്റൽസ് ആർ കോൾഡ് നോബിൾ. ഓക്കെ, they do not react with the oxygen, water and other elements. അതുകൊണ്ടാണ് അത് കമ്പൈൻഡ് ഫോമിൽ കിട്ടാത്തത്. കമ്പൈൻഡ് സ്റ്റേറ്റിൽ മെയിനായിട്ടും കിട്ടുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഓക്സൈഡ്സ് ആയിട്ടും സൾഫൈഡ്സ് ആയിട്ടും കാർബണേറ്റ്സ് ആയിട്ടും സിലിക്കേറ്റ്സ് ആയിട്ടുമായിട്ട് മെറ്റൽസിനെ കിട്ടുന്നതാണ് കമ്പൈൻഡ് സ്റ്റേറ്റ് കിട്ടുന്നത്. ഇപ്പം നമുക്ക് ഫെറസ് സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ് ഒക്കെ ആയിട്ട് കിട്ടിയാലേ. അങ്ങനെ കമ്പൈൻഡ് സ്റ്റേറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അയൺ ഉണ്ട്, ഹെമറ്റേറ്റ് ആയിട്ട് Fe2O3, അയൺ ഓക്സൈഡ് ആണ്. മാഗ്നറ്റൈറ്റ് ആയിട്ട് Fe3O4, പിന്നെ അലുമിനിയം ബോക്സൈറ്റ് ആയിട്ട് Al2O3.2H2O, കോപ്പർ കാൽക്കോപൈറൈറ്റ് ആയിട്ട് കോപ്പർ CuFeS2. ഓർ എന്ന് പറയുന്നത് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള മിനറലാണ്. എല്ലാ ഓർസും മിനറലാണ്, പക്ഷേ എല്ലാ മിനറലും ഓറല്ല. കാരണം എക്കണോമിക്കലി നമുക്ക് ലാഭകരമായിട്ട് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുന്ന മിനറലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർസ്. ഓക്കെ, അതായത് നമുക്ക് ലാഭകരമായിട്ടൊരു മെറ്റലിനെ നമുക്ക് എടുക്കണം, നമുക്ക് നേച്ചറിൽ നിന്ന് എടുക്കണം. ആ നേച്ചറിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ആ മിനറലിന് പറയുന്ന പേരാണ് ഓർ. എല്ലാ മെറ്റൽസും മിനറലായിട്ടാണ് നേച്ചറിൽ ഒക്കർ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് ഫീസിബിളി എക്കണോമിക്കലി ഫേവറബിൾ ആയിട്ടുള്ള മിനറലിനെ ചൂസ് ചെയ്യുന്ന ആ മിനറലിൻ്റെ പേരാണ് ഓർ. ഫിസിക്കൽ മെത്തേഡ്സോ ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എക്സ്ട്രാക്ഷൻ നടക്കാം. പ്യുവർ ഫോമിൽ മെറ്റൽ കിട്ടണമെന്ന് മാത്രമേ നമുക്കുള്ളൂ കേട്ടോ.
ഇനി നമുക്ക് അതിനുള്ള എക്സ്ട്രാക്ഷനുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ നമുക്ക് നോക്കാം. ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻസ്, ഇലക്ട്രിക് എനർജി യൂസ് ചെയ്ത് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻസിനെ ഫേവർ ചെയ്ത് നമുക്ക് മെറ്റൽ അയോൺസിനെ മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസ് ഇലക്ട്രിക്കൽ എനർജി ടു ഡ്രൈവ് എ നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ടു റെഡ്യൂസ് മെറ്റൽ അയോൺസ് ടു മെറ്റൽ. സാധാരണ മെറ്റൽ അയോൺസ് ആയിട്ട് ഓക്സൈസ് ചെയ്താണ് നമുക്ക് കാണാറുള്ളത്. അപ്പം നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവുന്നതും അത് തിരിച്ച് നടക്കുന്നതുകൊണ്ടാണ്. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടക്കാൻ നമ്മൾ അങ്ങോട്ട് എനർജി കൊടുക്കണം. അതുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് മെറ്റൽ അയോൺസിനെ മെറ്റലായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യും. ഈ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന ഈ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ. ഇനി ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ്റെ ആപ്ലിക്കേഷൻസ്. ഒന്ന്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, ഇലക്ട്രോ റിഫൈനിങ്. ഇലക്ട്രോലൈറ്റിക് റിഡക്ഷൻ യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്യുന്ന മെറ്റൽസ് ആണ് അലുമിനിയം, സോഡിയം, മഗ്നീഷ്യം എല്ലാം. അതുപോലെ തന്നെ ഇലക്ട്രോ റിഫൈനിങ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ മെറ്റൽസിനെ ഇലക്ട്രോലൈറ്റിക് മെത്തേഡ് യൂസ് ചെയ്ത് ഹൈ പ്യൂരിറ്റി മെറ്റൽസ് ആക്കുന്ന മെത്തേഡാണ് ഇലക്ട്രോ റിഫൈനിങ്. റിഫൈൻ ചെയ്തെടുക്കുക, പ്യൂരിറ്റി ഉള്ളതാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. മെയിനായിട്ടും ഇലക്ട്രോ റിഫൈനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ അക്വയസ് സൊല്യൂഷനിലുള്ള മെറ്റൽ അയോൺസ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ആനോഡ് എന്ന് പറയുന്ന ഒരു ഇംപ്യൂർ മെറ്റലും കാഥോഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് മെറ്റൽ അയോൺസ് ആണോ റെഡ്യൂസ് ചെയ്യേണ്ട ഏത് മെറ്റൽ അയോൺ ആണോ എന്നുള്ളത്. അപ്പം നമുക്ക് ഇംപ്യൂർ മെറ്റലിൽ നിന്ന് മെറ്റൽ അയോൺസ് ഇങ്ങനെ പോയിട്ട് കാഥോഡിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് കാഥോഡിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും പ്യുവർ മെറ്റൽസിനെ. ഇലക്ട്രോ റിഫൈനിങ്ങിന് എക്സാമ്പിളാണ് അലുമിനിയം എക്സ്ട്രാക്ഷൻ. ബോക്സൈറ്റ് ഈസ് ഡിസോൾഡ് ഇൻ ക്രയോലൈറ്റ്. Okay, bauxite Al2O3 is dissolved in cryolite Ne3AlF6 and an electric current is passed through the solution to reduce aluminum ions to aluminum metal. അപ്പോൾ ഈ അലുമിനിയം ഈ ബോക്സൈറ്റ് എന്ന് പറയുന്ന ഇംപ്യൂർ മെറ്റൽ ആയിരിക്കും എന്ത് നമ്മുടെ ആനോഡ്, ഈ അലുമിനിയം മെറ്റൽ ആയിരിക്കും നമ്മുടെ കാഥോഡ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഹൈഡ്രോ മെറ്റലർജിയാണ്. അക്വ സൊല്യൂഷൻസ് യൂസ് ചെയ്ത് മെറ്റൽസിനെ ഓറിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന മെത്തേഡാണ് ഹൈഡ്രോ മെറ്റലർജി. മെയിനായിട്ടും അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ഗോൾഡ് എക്സ്ട്രാക്ഷൻസും കോപ്പർ, സിൽവർ, സിങ്ക് അങ്ങനെയുള്ള മെറ്റൽസിൻ്റെ ഒക്കെ എക്സ്ട്രാക്ഷൻസ് ആണ്. ഗോൾഡ് എക്സ്ട്രാക്ഷൻസും കോപ്പർ, സിൽവർ, സിങ്ക് പോലുള്ള മെറ്റൽസിൻ്റെ എക്സ്ട്രാക്ഷൻസിനുമാണ് ഹൈഡ്രോ മെറ്റലർജി. ഹൈഡ്രോ മെറ്റലർജിയുടെ മെയിനായിട്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലീച്ചിങ്, പ്യൂരിഫിക്കേഷൻ ആൻഡ് റിക്കവറി. ലീച്ചിങ് എന്ന് പറയുമ്പം മെയിനായിട്ടും ഓറ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽസുമായിട്ട് ഡിസോൾവ് ചെയ്ത് അതിൽ നിന്ന് മെറ്റൽസിനെ ഡിസോൾവ് ചെയ്ത സ്റ്റേറ്റിലെടുക്കും. ഓറ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കെമിക്കൽസുമായിട്ട് ട്രീറ്റ് ചെയ്ത് മെറ്റൽസിനെ ഡിസോൾവ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ സയനൈഡ് ലീച്ചിങ്, ഗോൾഡിന് യൂസ് ചെയ്യുന്ന ഒരു ലീച്ചിങ് എക്സാമ്പിളാണ് സയനൈഡ് ലീച്ചിങ്. ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ചിലപ്പം അതായിരിക്കും നമുക്ക് ക്വസ്റ്റ്യന് വരുന്നത്. ഈ എക്സ്ട്രാക്ഷൻസും ഇൻഓർഗാനിക് പോർഷൻസിൽ നിന്ന് കൂടുതലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് MCQസിന് കൂടുതൽ പോസിബിലിറ്റീസ്. അതുകൊണ്ട് കുറച്ച് എക്സാമ്പിൾസേ നമ്മളിവിടെ പറയുന്നുള്ളൂ. ആ കുറച്ച് എക്സാമ്പിൾസ് ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. അത്രയും എങ്കിലും പഠിക്കണം. തീർത്തും ബേസിക്സ് മാത്രമേ ഉള്ളൂ ഇവിടെ. ഒട്ടും ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് നമുക്ക് സിലബസ് കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ടും കുറച്ച് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം, ആ ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണം എന്നുള്ളതുകൊണ്ടും ഇൻഡെപ്ത് ആയിട്ട് കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. വളരെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോഴത്തേക്കിനും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യുമ്പോൾ അങ്ങനെയും കൂടെ നമുക്ക് കുറച്ച് നോളജ് കൂട്ടാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എക്സാമ്പിൾസൊക്കെ വളരെ കുറച്ച് എക്സാമ്പിൾസൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ. അത് നിങ്ങൾ നോക്കണം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് പ്യൂരിഫിക്കേഷൻ. ഇംപ്യൂർ മെറ്റൽസിൽ നിന്ന് പ്യുവർ മെറ്റൽസിനെ നമ്മൾ സോൾവൻ്റ് എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ വഴി നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റിക്കവറി മെയിനായിട്ടും ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ പോലുള്ള മെത്തേഡ്സ് വെച്ച് മെറ്റലിനെ നമ്മൾ റിക്കവർ ചെയ്തെടുക്കും. എങ്ങനെയാണ് നമ്മൾ ആദ്യം മെറ്റൽ ആക്ച്വലി ഡിസോൾവ് സ്റ്റേജിലല്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഓർ നമ്മൾ ലീച്ചിങ് പ്രോസസ്സ് വഴി സ്യൂട്ടബിൾ സോൾവെൻറ്റിൽ കെമിക്കലുമായിട്ട് ട്രീറ്റ് ചെയ്തു, അതിനുശേഷം പ്യൂരിഫൈ ചെയ്തു, അതിനുശേഷം നമ്മൾ ആ മെറ്റലിനെ റിക്കവർ ചെയ്തെടുക്കുകയാണ് ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ വഴി. ഇതിന് ഏറ്റവും നല്ല ഹൈഡ്രോമെറ്റലർജിയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഗോൾഡ് എക്സ്ട്രാക്ഷൻ തന്നെയാണ്. സൈനിഡേഷൻ എന്ന് പറയുന്നത്, കാരണം നമ്മൾ പറഞ്ഞു ഗോൾഡിൻ്റെ സൈനൈഡ് ലീച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. സൈനിഡേഷൻ എന്ന് ഗോൾഡ് എക്സ്ട്രാക്ഷന് പറയും. ഗോൾഡ് ഈസ് ഡിസോൾഡ് ഇൻ ദ ഡയലൂട്ട് സൈനൈഡ് സൊല്യൂഷൻ, അതാണ് ലീച്ചിങ് പ്രോസസ്സ്. അങ്ങനെ നമ്മൾ ഗോൾഡ് AuCN2 കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അത് പിന്നെ മെറ്റാലിക് ഗോൾഡ് ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യും. എങ്ങനെയാണ്? സിങ്ക് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് കാർബൺ യൂസ് ചെയ്തിട്ട്. അങ്ങനെ പ്യൂരിഫിക്കേഷനും റിക്കവറിയും എല്ലാം നടത്തി നമ്മൾ ഗോൾഡ് എക്സ്ട്രാക്ട് ചെയ്യും. നമുക്ക് പ്യൂരിഫിക്കേഷൻ മെത്തേഡ്സ് നോക്കാം. മെയിനായിട്ടും ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, വാനാർക്കൽ പ്രോസസ്, മോൺ പ്രോസസ് ഒക്കെ ഉണ്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നമ്മൾ ഓൾറെഡി നോക്കിയായിരുന്നു. ഇംപ്യൂർ മെറ്റൽ ആനോഡായിട്ട് യൂസ് ചെയ്ത് പ്യൂർ മെറ്റലിനെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ഇലക്ട്രിക് എനർജി യൂസ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. കോമൺലി നമ്മൾ കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്കിനൊക്കെ നമ്മളത് യൂസ് ചെയ്യുന്നു.
ഇമ്പ്യൂരിറ്റീസ് ഒരു സ്ട്രെച്ചായിട്ട് നമ്മുടെ ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ബോട്ടത്തിൽ അല്ലെങ്കിൽ ആ ഇതിൽ അടിഞ്ഞുകൂടി കിടക്കുന്നു, ഒരു സ്ട്രെച്ചായിട്ട് കിടക്കുന്നു. ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൻ്റെ നല്ലൊരു എക്സാമ്പിളാണ് കോപ്പർ റിഫൈനിങ്. ഇംപ്യൂർ കോപ്പറിനെ കോപ്പർ സൾഫേറ്റിൻ്റെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ട് പ്യൂർ കോപ്പറായിട്ട് കാത്തോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്രോൾ പ്രോസസ്സ്. നമ്മുടെ ടൈറ്റാനിയത്തിൻ്റെ എക്സ്ട്രാക്ഷന് വേണ്ടിയാണ് ക്രോൾ പ്രോസസ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് TaCl4 മഗ്നീഷ്യമായിട്ട് റെഡ്യൂസ്ഡ് ബൈ മഗ്നീഷ്യം ഇൻ ആൻ ഇനേർട്ട് അറ്റ്മോസ്ഫിയർ ടു പ്രൊഡ്യൂസ് ടൈറ്റാനിയം മെറ്റൽ. ടൈറ്റാനിയം മെറ്റൽ കിട്ടാൻ വേണ്ടി ടൈറ്റാനിയം ക്ലോറൈഡിനെ നമ്മൾ മഗ്നീഷ്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രോൾ പ്രോസസ്സ്. TaCl4 + 2 Mg gives Ti + 2 MgCl2. ഈ ഇക്വേഷൻ പഠിച്ചു നോക്കണേ. ഈ നെക്സ്റ്റ് വാൻ ആർക്കൽ പ്രോസസ്സ്. നമുക്ക് ഹൈ പ്യൂരിറ്റി ആയിട്ടുള്ള ടങ്സ്റ്റണും ടൈറ്റാനിയം ഒക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന പ്രോസസ്സാണ് വാൻ ആർക്കൽ പ്രോസസ്സ്. മെറ്റൽ ഹാലൈഡിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്ത് അയഡിൻ്റെ ഫിലമെൻറ്റും വെച്ചിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. ഒരു വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ടിന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് കിട്ടും. ആ വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇമ്പ്യൂരിറ്റിയാണ്. അതിനുശേഷം നമുക്ക് കിട്ടിയ നമ്മുടെ പുതിയ കോമ്പൗണ്ടിനെ അയഡിനുമായിട്ട് ചേർന്നിട്ടുള്ള ആ കോമ്പൗണ്ടിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കും. അതായത് ഇപ്പോൾ നമ്മൾ ക്രോൾ പ്രോസസ്സ് പഠിച്ചപ്പോൾ അവിടെ ടൈറ്റാനിയം മാത്രമാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ വാൻ ആർക്കൽ പ്രോസസ്സിൽ ഹൈ പ്യൂരിറ്റി ടങ്സ്റ്റണും ടൈറ്റാനിയവും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, വാൻ ആർക്കൽ പ്രോസസ്സിൽ ടങ്സ്റ്റണും ടൈറ്റാനിയവും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ക്ലോറൈഡിനെ, ക്ലോറൈഡല്ല ഹാലൈഡിനെ, മെറ്റൽ ഹാലൈഡ്, ഇപ്പം ഇവിടെ TiCl4 + 2 I2 നമ്മൾ അയഡിൻ ഫിലമെൻറ്റും ഹൈ ടെമ്പറേച്ചറും വേണം. ഓക്കെ, ഹൈ ടെമ്പറേച്ചറും അയഡിൻ ഫിലമെൻറ്റും യൂസ് ചെയ്ത് നമ്മൾ വോളറ്റൈൽ കോമ്പൗണ്ടായിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കും. അങ്ങനെ നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കും. മെറ്റൽ പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തന്നെ ഹൈ പ്യൂരിറ്റി മെറ്റലാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. മോൺസ് പ്രോസസ്സ്. നിക്കൽ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മോൺസ് പ്രോസസ്സ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നിക്കൽ കാർബൺ മോണോക്സൈഡുമായിട്ട് ലോ ടെമ്പറേച്ചറിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നിക്കൽ കാർബണൈൽ കിട്ടും, NaCO4. ആ നിക്കൽ കാർബണൈൽ നമ്മൾ ഹയർ ടെമ്പറേച്ചറിൽ വെച്ച് ഡീകമ്പോസ് ചെയ്യുമ്പോൾ നമുക്ക് പ്യുവർ നിക്കൽ കിട്ടും. ആ റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന വന്നാൽ Na + 4CO gives NaCO 4 times. അതായത് നിക്കലിനെ നമ്മൾ കാർബൺ മോണോക്സൈഡുമായിട്ട് ലോ ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നിക്കൽ കാർബണൈൽ കിട്ടും. നിക്കൽ കാർബണൈലിനെ നമ്മൾ ഹയർ ടെമ്പറേച്ചറിൽ ഡീകമ്പോസ് ചെയ്യുമ്പോൾ പ്യുവർ നിക്കൽ. സോൺ റിഫൈനിങ്. സെമി കണ്ടക്ടേഴ്സ്, സിലിക്കോൺ, ജെർമേനിയം പോലുള്ള സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്യൂരിഫിക്കേഷൻ സോൺ റിഫൈനിങ് വഴിയാണ് നടത്തുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെറ്റൽ അല്ലെങ്കിൽ നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റലിനെ നമ്മൾ സ്ലോലി ഹീറ്റർ റീജിയനിലേക്ക് പാസ് ചെയ്യുന്നു. എന്നിട്ട് ഇമ്പ്യൂരിറ്റീസിനെ സെക്രേറ്റ് ചെയ്ത് ഒരു മോൾട്ടൺ സോണിലേക്ക് വരുന്നു. എന്നിട്ട് ഈ മെറ്റൽ ഇങ്ങനെ പോകുമ്പം ഈ മോൾട്ടൺ സ്റ്റേജിൽ ഒരിടത്ത് ഡെൻസിറ്റി കൂടുന്നതും ഡെൻസിറ്റി കുറയുന്നതും അനുസരിച്ച് ഒരു സൈഡിൽ പ്യുവർ മെറ്റലും ഒരു സൈഡിൽ ഇംപ്യുവർ മെറ്റലും ഡെപ്പോസിറ്റ് ചെയ്യും. സോൺ റിഫൈനിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു റോഡിലെ ഇംപ്യുവർ മെറ്റൽ ഇങ്ങനെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ത്രൂ ഔട്ട്. ഒരു ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ അതിൻ്റെ കോൺസെൻട്രേറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഡിഫറൻസ് അനുസരിച്ച് ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും, മോൾട്ടൺ പോർഷനിലുള്ള പ്യുവർ മെറ്റൽ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെമി കണ്ടക്ടേഴ്സ്, അതായത് നമ്മുടെ ഇലക്ട്രിക്കൽ ഡിവൈസസിൽ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സും സിലിക്കോൺ, ജെർമേനിയം പോലുള്ളതെല്ലാം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സോൺ റിഫൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. പോർത്തോണോ വാൻ ആർക്കൽ പ്രോസസ്സിലാണെങ്കിൽ ടൈറ്റാനിയം, ടങ്സ്റ്റണോ, ക്രോൾ പ്രോസസ്സിലാണെങ്കിൽ ടൈറ്റാനിയം മാത്രം, മോൺസ് പ്രോസസ്സിലാണെങ്കിൽ നിക്കൽ, സോൺ റിഫൈനിങ്ങിലാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ഒരു മാച്ച് ദ ഫോളോയിങ് പോലെയോ അല്ലെങ്കിൽ ഏത് മെറ്റലാണ് ഏത് മെത്തേഡ് വഴിയാണ് റിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് തരാം. അപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആയി പോയത് ക്ലിയർ ആയിട്ട് അത് അറിഞ്ഞിരിക്കണം. ജസ്റ്റ് നമുക്കൊരു കമ്പയറിങ് നോക്കുവാണെങ്കിൽ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ കോപ്പർ, സിങ്ക്, സിൽവർ, ഗോൾഡ് യൂസ് ചെയ്യും കേട്ടോ. ഗോൾഡ് നമുക്ക് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ പറ്റും. മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇംപ്യൂർ മെറ്റലിനെ ആനോഡായിട്ട് പ്യൂർ മെറ്റലിനെ കാഥോഡായിട്ടുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്രോൾ പ്രോസസ്സിലാണെങ്കിൽ ടൈറ്റാനിയമാണ് പ്യൂരിഫൈ ചെയ്തെടുക്കുന്നത്. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡിനെ നമ്മൾ മഗ്നീഷ്യം വെച്ച് റെഡ്യൂസ് ചെയ്യുന്നു. വാൻ ആർക്കൽ പ്രോസസ്സിൽ ടൈറ്റാനിയം, ടങ്സ്റ്റനും, ഹൈ പ്യൂരിറ്റി ടൈറ്റാനിയം, ടങ്സ്റ്റനുമാണ് നമുക്ക് കിട്ടുന്നത്. മെറ്റൽ ഹാലൈഡിനെ നമ്മൾ അയഡിൻ ഫിലമെൻറ്റ് വെച്ച് റെഡ്യൂസ് ചെയ്തെടുക്കുന്നു. ഇനി മോൺസ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കിന് നിക്കലാണ് അവിടെ വരുന്ന പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽ. നിക്കലിനെ നമ്മൾ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് നിക്കൽ കാർബണൈലായിട്ട് എടുക്കുന്നു. അതിനുശേഷം അതിനെ റെഡ്യൂസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചറിൽ ഡീകമ്പോസ് ചെയ്ത് നിക്കൽ കിട്ടുന്നു. സോൺ റിഫൈനിങ്ങിൽ സിലിക്കൺ, ജെർമേനിയം സെമി കണ്ടക്ടേഴ്സാണ്. ഇമ്പ്യൂരിറ്റീസ് എല്ലാം ഹീറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഇമ്പ്യൂരിറ്റീസിന് ഡെൻസിറ്റി ഡിഫറൻസ് അനുസരിച്ച് നമ്മൾ ഹീറ്റ് ചെയ്ത് നമുക്ക് റോഡ് ഹീറ്റ് ചെയ്ത് മോൾട്ടൺ സ്റ്റേജിൽ കിട്ടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ
കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമുക്ക് പോൾ ചെയ്ത് ടെലിഗ്രാം ഒരു ഗ്രൂപ്പുണ്ട്. നമുക്ക് ഹംഡാസ് PSC സയൻസ് എക്സാംസ്, കേരള PSC സയൻസ് എക്സാംസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഒരു പബ്ലിക് ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാമായിരുന്നു. താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ, ടെലിഗ്രാമിൽ.